കാർഷിക വാർത്തകൾ. രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ ഉപഭോഗം കുറയുന്നതായി സർവേ റിപ്പോർട്ട്. നഗര ഗ്രാമ കേന്ദ്രങ്ങളിൽ ധാന്യങ്ങളുടെയും പയറുവർഗ്ഗങ്ങളുടെയും ഉപഭോഗം 5% കുറയുന്നുവെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തെ ജനങ്ങളുടെ ഭക്ഷണശീലം മാറിയിരിക്കുകയാണെന്ന് SBIയുടെ ദേശീയ സർവേ റിപ്പോർട്ട് പറയുന്നു. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെയാണ് ഈ മാറ്റം. ഭക്ഷ്യധാന്യങ്ങളുടെ വാങ്ങലിലും കാര്യമായ കുറവുണ്ട്. ഗ്രാമങ്ങളിൽ 2011-2012 52.09% 2023-24 ഇത് 47.04% കുറഞ്ഞു. 5%-ലധികം വ്യത്യാസം. നഗരങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം. 3%-ഓളമാണ് കുറവ്. എന്നാൽ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളുടെ വാങ്ങലിൽ വർധനയുണ്ട്. 5% വർധന. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നതിന്റെ സൂചനയാണ് ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഉയർന്നതിന്റെ കാരണമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നു. ഇതിന് സർക്കാരിന്റെ നയങ്ങളും രാജ്യത്തിന്റെ അഭിവൃദ്ധിയും കാരണമായേക്കാം. എന്നാൽ ഗ്രാമീണ മേഖലകളിൽ ധാന്യങ്ങളുടെ വിൽപ്പനയിലെ മാറ്റം ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറഞ്ഞതിന്റെ കാരണമായും പറയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശ രാജ്യങ്ങളിൽ റബ്ബർ ഉൽപ്പാദനം കുറഞ്ഞതായി റിപ്പോർട്ട്. ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഉൽപ്പാദനം കുറഞ്ഞത്. ഇത് വരും നാളുകളിൽ വിലക്കയറ്റത്തിന് ഇടയാക്കുമെന്ന സൂചനയുണ്ട്. സ്വാഭാവിക റബ്ബർ ഉൽപ്പാദകരുടെ സംഘടനയായ ANRPCയുടേതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. എന്നാൽ ഇന്ത്യയിൽ ഉപഭോഗം വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്വാഭാവിക റബ്ബർ ഉൽപ്പാദനത്തിൽ ഇന്തോനേഷ്യയിലാണ് ഏറ്റവും കുറവ്. 8 ലക്ഷം ടണ്ണാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കുറഞ്ഞത്. തായ്ലാന്റിൽ 1,63,000 ടൺ കുറഞ്ഞു. മലേഷ്യയിൽ 3 ലക്ഷവും ഉൽപ്പാദനം കുറഞ്ഞു. ഇന്ത്യയിൽ റബ്ബറിന്റെ ഉപഭോഗം കൂടിയിട്ടുണ്ട്, എന്നാൽ ഉൽപ്പാദനം കുറവാണ്. വിലയിടിഞ്ഞതാണ് കാരണം. രാജ്യത്ത് 13,50,000 ടണ്ണിൽ നിന്ന് 14,16,000 ടണ്ണായി ഉൽപ്പാദനം ഉയർന്നു. വർധന 4.9%. എന്നാൽ പ്രകൃതിദത്ത റബ്ബറിന്റെ ഉൽപ്പാദനം നേരിയ തോതിൽ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ RSS ഗ്രേഡ് 4ന്റെ വില 180 രൂപയിൽ നിന്ന് 192 രൂപയായി ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊപ്രയ്ക്കും പച്ചത്തേങ്ങയ്ക്കും വില ഉയർന്നതോടെ സംസ്ഥാനത്തെ ചെറുകിട എണ്ണ മിൽ കമ്പനികൾ പ്രതിസന്ധിയിലായി. ഉൽപ്പാദന ചെലവ് താങ്ങാനാകാതെ പല കമ്പനികളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. പൊതുവെ ഉൽപ്പാദന ചെലവ് കാരണം പ്രതിസന്ധിയിലാണ് ചെറുകിട എണ്ണ മില്ലുകൾ. ഇതിനിടയിലാണ് കൊപ്രയ്ക്കും പച്ചത്തേങ്ങയ്ക്കും അസാധാരണമായി വില ഉയർന്നത്. പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ് ഇവർ. 1 ലിറ്റർ വെളിച്ചെണ്ണ വിറ്റാൽ ഞങ്ങൾക്ക് 10 രൂപ കിട്ടും. അതിൻ്റെ ചിലവുകളൊക്കെ പോയാൽ. പക്ഷെ അതിന് കൂടുതൽ ബുദ്ധിമുട്ടുകളാണ്. കൊപ്ര അന്വേഷിക്കുക, കൊപ്ര എടുക്കുക, കട്ട് ചെയ്യുക, ആട്ട, അതൊക്കെ എല്ലാ ചിലവും കഴിച്ചാൽ 10 രൂപയെ നമുക്ക് മിച്ചം വന്നുള്ളൂ. ഇപ്പോഴത്തെ ഇതിൽ 10 രൂപയെന്ന് പറഞ്ഞാൽ നമ്മൊരു 100 ലിറ്റർ വെളിച്ചെണ്ണ വിറ്റാലാണ് നമുക്ക് ഈ പറഞ്ഞ 1000 രൂപ കിട്ടുള്ളൂ. പക്ഷെ ഇപ്പം 100 പോയിട്ട് നമുക്ക് ഒരു 20 ലിറ്റർ വെളിച്ചെണ്ണ പോലും ഒരു ദിവസം വിൽക്കാൻ പറ്റില്ല. അതെന്ന് പറഞ്ഞാൽ വില കൂടുതൽ. അതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. ജില്ലയിൽ 1000-ലധികം എണ്ണ മില്ലുകളുണ്ട്. വർഷം തോറും 10% മില്ലുകൾ അടച്ചുപൂട്ടാറുണ്ട്. ഇതിനും പുറമെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യാജ എണ്ണകളുടെ വരവ്. കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയില്ലാത്ത വെളിച്ചെണ്ണ വ്യാപകമായതും മില്ലുകാർക്ക് ഭീഷണിയാണ്. ഇപ്പോൾ കൊപ്രയ്ക്ക് ഏകദേശം 160 രൂപ വിലയുണ്ട്. അത് ആട്ടിക്കഴിഞ്ഞാൽ 600 ഗ്രാം വെളിച്ചെണ്ണ കിട്ടുള്ളൂ. അപ്പം തന്നെ നമുക്ക് അതിൻ്റെ വില അറിയാമല്ലോ. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വെളിച്ചെണ്ണ ഏകദേശം 200 രൂപ താഴെയുള്ളൂ വില. അപ്പോൾ അത് ഒറിജിനലല്ല എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കുമല്ലോ. അപ്പോൾ ആളുകൾ 90% ഉപയോഗിക്കുന്നത് ഈ ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചെണ്ണയാണ്. വൻകിട മില്ലുകാരോടും മറുനാടൻ വ്യാജ എണ്ണക്കാരോടും മല്ലടിച്ചാണ് ഗ്രാമങ്ങളിലെ ചെറുകിട മില്ലുകാർ പിടിച്ചു നിൽക്കുന്നത്. വിലക്കയറ്റം വന്നതോടെ വൻ പ്രതിസന്ധിയിലാണിവർ. സുനിൽ ബേബി, മൈഫിൻ TV, കൊച്ചി. കനത്ത വിലയിടിവിൽ ഇഞ്ചി. കാലാവസ്ഥ അനുകൂലമായതോടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൃഷിയും വിളവും കൂടിയതാണ് കാരണം. 10-1 ഇഞ്ചി വില ഇടിഞ്ഞത്. കഴിഞ്ഞ വർഷം 60 കിലോ ചാക്കിന് 6000 രൂപ ലഭിച്ചപ്പോൾ ഇക്കുറി വെറും 1400 രൂപ. 1.5 വർഷം മുമ്പ് റെക്കോർഡിലെത്തിയിരുന്ന ഇഞ്ചിയുടെ വിലയാണ് വൻതോതിൽ കുറഞ്ഞത്. കർണാടക, ഛത്തീസ്ഗഡ്, ഒഡീഷ, ഹിമാചൽ പ്രദേശ്, അസം, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് ഇഞ്ചി കൃഷി കൂടുതൽ. ഇവിടെയെല്ലാം മുൻവർഷങ്ങളിൽ മഴയില്ലാത്തതിനാൽ ഉൽപ്പാദനം വളരെ കുറവായിരുന്നു. അതോടെ വില ഉയരുകയും ചെയ്തു. ഇത്തവണ കൂടുതൽ മഴ ലഭിക്കുകയും ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്തു. മുൻപ് മലയാളികളായിരുന്നു കർണാടക പോലുള്ള ഇതര സംസ്ഥാനങ്ങളിൽ ഇഞ്ചി കൃഷി ചെയ്തിരുന്നത്. ചെലവ് കൂടുതലായിരുന്നു.
ഇപ്പോൾ പ്രാദേശിക കർഷകർ തന്നെ ലാഭകരമായി കൃഷി ഇറക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.